ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് അക്കൗണ്ടൻസിയിൽ രണ്ടാമത്തെ ചാപ്റ്റർ പരിചയപ്പെടാം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ്. മീനിങ് ഓഫ് പാർട്ണർഷിപ്പ്. Partnership is a voluntary association of two or more persons. The persons, on the basis of an agreement, collect their resources and jointly start a business. The main aim of starting such a business is to earn profit and share this profit among the partners. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കൂടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. രണ്ടോ അതിലധികമോ ആൾക്കാർ അവരുടെ കയ്യിലുള്ള പണം സ്വരൂപിച്ചുകൊണ്ട് കൂട്ടായി ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് വഴി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുക. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കിയ ലാഭം വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാഭമുണ്ടാക്കി അത് വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടിച്ചേരുകയും അങ്ങനെ കൂടിച്ചേരുന്ന ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇൻ ഇന്ത്യ, partnership business are governed by Indian Partnership Act 1932. In India, partnership business are controlled by Indian Partnership Act 1932. നമുക്കറിയാം, ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 എന്ന്. അപ്പോൾ ഈ നിയമപ്രകാരമാണ് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ണർഷിപ്പ് ആസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലുള്ള സെക്ഷൻ 4 പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്, രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു റിലേഷൻ, ബിസിനസ് റിലേഷൻ, ഒരു ബന്ധം സ്ഥാപിക്കുക. ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് ഉണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാക്കിയ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ അവർ തമ്മിലുണ്ടാകുന്ന റിലേഷനാണ്. ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നുകിൽ ബിസിനസ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുകയോ ചെയ്യുന്ന ആ ബിസിനസ്സിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. ദി പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ബിസിനസ് ആർ ഇൻഡിവിജ്വലി നോൺ ആസ് പാർട്ട്നേഴ്സ് ആൻഡ് ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫേം. നമുക്കറിയാം, പാർട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കൂടിച്ചേർന്ന വ്യക്തികളെ ഓരോരുത്തരെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്നും അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മൾ ഫേം എന്നുമാണ് വിളിക്കാറ്. ഓരോരുത്തരെയും പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും, അവരെല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മൾ ഫേം എന്നും വിളിക്കും. ദ നെയിം ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഈസ് കോൾഡ് ഫേം നെയിം. ദ നെയിം ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ, എന്ത് പേരിലാണോ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നത് അതിനെയാണ് നമ്മൾ ഫേം നെയിം എന്ന് വിളിക്കുന്നത്. ഏത് പേരിലാണോ ഫേം നടത്തുന്നതിനെ ഫേം നെയിം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് പാർട്ണേഴ്സ്. നമ്പർ ഓഫ് പാർട്ണേഴ്സ്. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2. ഏറ്റവും ചുരുങ്ങിയത് ഒരു പാർട്ണർഷിപ്പ് രൂപീകരിക്കാൻ എത്ര പേര് വേണം? 2 പേര് വേണം. According to Indian Companies Act 1956, Indian Companies Act 1956, maximum number of persons to form a banking business is 10 and other business is 20. According to Indian Companies Act 1956, maximum number of partners in a banking business is 10 and
അതർ ബിസിനസ് ഈസ് 20. ഇന്ത്യയിലെ കമ്പനി നിയമം 1956 പ്രകാരം മാക്സിമം പാർട്ട്നേഴ്സിൻ്റെ എണ്ണം ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പാടുള്ളൂ. മറ്റേത് ബിസിനസ് ആണെങ്കിലും എത്ര പേരാവാം? 20 പേരാവാം. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, എഗ്രിമെൻറ്റ്. For the formation of a partnership, an agreement must be necessary. The agreement may be either oral or written. അപ്പോൾ എല്ലാ പാർട്ട്ണർഷിപ്പും രൂപീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു എഗ്രിമെൻ്റ് വേണം. എഗ്രിമെൻ്റ് എങ്ങനെയൊക്കെ ആവാം? ഓറൽ എഗ്രിമെൻ്റ്, വാക്കാലുള്ള എഗ്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ റിട്ടൺ എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻറ്റും ആവാം എന്നുള്ളത് രണ്ടാമത്തെ ഫീച്ചറാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു വന്നത്. ദെൻ തേർഡ് വൺ, ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ക്യാൻ ബി ഫോംഡ് ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് ക്യാരിയിങ് സം ബിസിനസ്. നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. ദി ബിസിനസ് മസ്റ്റ് ബി ലോഫുൾ ആൻഡ് പ്രോഫിറ്റ് സീക്കിംഗ്. ബിസിനസ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ലോഫുൾ ആയിരിക്കണം, നിയമാനുസൃതമായിരിക്കണം, നിയമം അനുശാസിക്കുന്നതായിരിക്കണം, നിയമം അനുവദിക്കുന്നതായിരിക്കണം, അതുപോലെ അത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിയമാനുസൃതമായ ഒരു ബിസിനസ് എവിടെ ഉണ്ടാവണം? പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത്. നാലാമത്തേത്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ് ടു ഷെയർ പ്രോഫിറ്റ്സ്. നമുക്കറിയാം, ബിസിനസ് ഉണ്ടാക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭമുണ്ടാക്കാനും ആ ലാഭം എന്ത് ചെയ്യാനും വേണ്ടിയിട്ട്? ഷെയർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കുന്നത്. ദി പ്രോഫിറ്റ്സ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ബിസിനസ് മസ്റ്റ് ബി ഷെയർഡ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടാക്കിയ ലാഭം മുഴുവൻ എന്ത് ചെയ്യണം? എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. എങ്ങനെ? ഒരു നിശ്ചിത അനുപാതത്തിൽ, നിശ്ചിത റേഷ്യോയിൽ എല്ലാ പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുക്കണം. അതാണ് നാലാമത്തെ ഫീച്ചർ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഈച്ച് പാർട്ട്ണർ ഈസ് എൻ ഏജന്റ് ഓഫ് അതർ പാർട്ട്ണർ ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് അതർ പാർട്ട്ണർ. ഓരോ പാർട്ട്ണറും മറ്റു പാർട്ട്ണറുടെ ഏജന്റായിട്ടും പ്രിൻസിപ്പലായിട്ടും പ്രവർത്തിക്കുന്നു. ഓരോ പാർട്ട്ണറും മറ്റു പാർട്ട്ണറുടെ ഏജൻ്റാണ്. കാരണം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുക. അതോടൊപ്പം തന്നെ ഓരോ പാർട്ട്ണറും ആ ബിസിനസ്സിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? പ്രിൻസിപ്പൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓരോ പാർട്ട്ണറും ആ ബിസിനസ്സിൻ്റെ ഏജൻ്റാണ്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ട്ണറുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പലായിട്ടും മാറുന്നു എന്നുള്ളത് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് വൺ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഓർ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി പാർട്ട്ണർ മസ്റ്റ് ബി അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പരസ്പര വിശ്വാസവും ധാരണയും, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഓരോ പാർട്ട്ണർക്കും എന്തുണ്ടാവണം? പരസ്പര വിശ്വാസവും ധാരണയും ഉണ്ടായിരിക്കണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തു വെക്കണം. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി വിട്ടുപോയി, അൺലിമിറ്റഡ് ലാബിലിറ്റി. ലാബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവരി പാർട്ട്ണർ ഷുഡ് ബി അൺലിമിറ്റഡ്. എല്ലാ പാർട്ട്ണറുടെയും ലാബിലിറ്റി, ഓരോ പാർട്ട്ണറുടെയും ലാബിലിറ്റി എങ്ങനെയുള്ളതായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം, പരിധിയില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദി പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് ലേബിൾ ഫോർ ദി ഡെറ്റ്സ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ കടങ്ങൾ വീട്ടാൻ എന്ത് ചെയ്യണം? ഓരോ പാർട്ട്ണറും അവരുടെ പേഴ്സണൽ സ്വകാര്യ സ്വത്തുക്കൾ വരെ വിറ്റ് കടം വീട്ടേണ്ടി വരും എന്നതാണ് അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ പ്രത്യേകത. ഇതോടുകൂടി ഫീച്ചേഴ്സ് കഴിഞ്ഞു. താങ്ക് യു.